So hi everyone, നമുക്ക് ഗിറ്റിലേക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, ബേസിക്കലി ഗിറ്റ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അതേപോലെ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ് ഗിറ്റ്ഹബ്. ഗിറ്റ്ഹബ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, സോ ഗിറ്റ് എന്ന് പറഞ്ഞ ടൂൾ ബേസിക്കലി ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഷൻസ് കൺട്രോൾ ചെയ്യാൻ. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിന് പല 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 സെഷൻസ് ആയിട്ട് നമ്മൾ ചെയ്ത് പോകും. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്തു പോയ ഒരു സാധനം വേണ്ട, നമുക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിനാണ് ബേസിക്കലി ഗിറ്റ് യൂസ് ചെയ്യണം. ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യണം. ഈ ഡാറ്റാസിൽ ഗ്ലോബലി ഇട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ് ഗിറ്റ്ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഗിറ്റിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഗിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിലേക്കും സംഭവത്തിലേക്കും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, ബേസിക്കലി ഗിറ്റ് ഡൗൺലോഡ് വിൻഡോസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഗിറ്റ് ഡൗൺലോഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട വിൻഡോസിനുള്ളത് ഇവിടെ നേരെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ആ സാധനം വെച്ചിട്ട് നേരെ എന്ത് ചെയ്യുക, ഗിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഗിറ്റ് നേരെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന നെക്സ്റ്റ് സാധാരണ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇനി ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെർമിനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗിറ്റ് ഈസ് നോട്ട് സീൻ എസ് എ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ആ ഒരു എററായിട്ടായിരിക്കും കാണിക്കണം. പക്ഷേ ഗിറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഗിറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യൂസേജ് ഇങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, ഗിറ്റ് ഇൻസ്റ്റാൾഡ് ആയി. ഓക്കെ, അപ്പോൾ ഗിറ്റ് -v എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേർഷൻ കാണാൻ പറ്റും. ഇതാണ് ഗിറ്റ് ഇനീഷ്യലി ഉള്ള സെറ്റപ്പ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഞാൻ ഇന്ന ആളായിട്ടാണ് നമ്മൾ വേർഷൻ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ പല പല ആൾക്കാരായിരിക്കുമല്ലോ ചെയ്യണം. അപ്പം ഞാനാണ് ഇതിൻ്റെ അകത്ത് ഒരു എഡിറ്റ് വരുത്തിയെന്ന് അറിയണമെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഐഡൻറ്റിറ്റി വേണമല്ലോ. ബേസിക്കലി ഐഡൻറ്റിറ്റിക്കുള്ളൊരു സാധനമാണ് നമ്മൾ ബേസിക്കലി ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഗിറ്റ്ഹബിലൊരു അക്കൗണ്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നേരെ ഗിറ്റ്ഹബിൽ പോവുക. ഗിറ്റ്ഹബ് സൈൻ അപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ബിൽഡ് സോഫ്റ്റ്വെയർ ടുഗദർ എന്ന് പറഞ്ഞു പോകുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതായിട്ടാണ് നിൽക്കണത്. ഇപ്പോൾ സൈൻ ഔട്ട് അടിച്ചാൽ മതി. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം സൈൻ അപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് ഓരോരോ ബൈ സ്റ്റെപ്പ് നമ്മുടെ ഇമെയിൽ കൊടുക്കുക. നമ്മുടെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് ഞാനിപ്പോൾ ഓൾറെഡി സൈൻ ഇൻ ആണ്. സൈൻ ഇൻ ചെയ്ത് അതോട്ട് കയറി കഴിയുമ്പോൾ ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടായിരിക്കും മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഇതാണ് ബേസിക്കലി നമ്മുടെ ഗിറ്റ്ഹബ് പ്രൊഫൈൽ. ഓക്കെ, ഈ ഗിറ്റ്ഹബ് പ്രൊഫൈലിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഒരു സാധനത്തിൽ ഇവിടെ ഇതാണ് ഡെയർഡെവിൾ സ്റ്റുഡിയോസ് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ യൂസർ നെയിം. ഓക്കെ, ഇതെൻ്റെ യൂസർ നെയിം. ഇനി ഞാൻ അവിടെ ആദ്യമേ ചോദിച്ചിട്ടില്ലേ എൻ്റെ ഇമെയിൽ ഐ ഡി എന്താണ്, ആ ഇമെയിൽ ഐ ഡി ഞാൻ എന്താണോ കൊടുക്കണത് അതായിരിക്കും എൻ്റെ പെർമനൻ്റ് ആയിട്ടൊരു ഇമെയിൽ ഐ ഡി ആയിട്ട് വരും. ഇപ്പോൾ ഞാൻ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽസ് എന്നൊരു സാധനമുണ്ട്. ഇവിടെ ഇത് കണ്ട studios.devel@gmail.com എന്നാണ് എൻ്റെ പ്രൈമറി ഇമെയിൽ അക്കൗണ്ട്. ആ ഇമെയിൽ അക്കൗണ്ടും യൂസർ നെയിമും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ടെർമിനലിൽ പോവാം. ഓക്കെ, ടെർമിനലിൽ പോയിട്ട് ഗിറ്റ് കോൺഫിഗ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഗിറ്റ് കോൺഫിഗ് -- ആദ്യമേ നമ്മൾ -- ലിസ്റ്റ് എന്ന് അടിച്ച് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. --- ലിസ്റ്റ് എന്ന് വെച്ചാൽ ഗിറ്റിൻ്റെ കോൺഫിഗറേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഗിറ്റ് നമ്മളിൽ കോൺഫിഗർ ചെയ്ത് വെച്ചേക്കണം. ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ യൂസർ നെയിമും ഇമെയിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാധനം ഇവിടെ വരും. നിങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സാധനം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിറ്റ് കോൺഫിഗ് --ഗ്ലോബൽ നമ്മൾ മൊത്തത്തിലുള്ള ഈ സിസ്റ്റത്തിൽ മുഴുവൻ ആയിട്ടാണല്ലോ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തത്. ആ ഗിറ്റിൻ്റെ മുഴുവൻ സ്ഥലത്തോട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന യൂസർ.നെയിം, യൂസറിൻ്റെ പേരെന്താണ്, ഡബിൾ കോഡ്സിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, എൻ്റെ ഈ യൂസർ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ കോപ്പി ചെയ്തു. ഇത് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സെയിം സാധനം തന്നെയാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, ഡബിൾ സ്റ്റുഡിയോസ് കൊടുത്ത് ഇനി ഇതേപോലെ തന്നെ ഗ്ലോബൽ user.email എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും സെറ്റായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നും കൂടി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കുക. ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ യൂസർ നെയിമും ഇമെയിലും ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇതാണ് ബേസിക്കലി ഗിറ്റിൻ്റെ കോൺഫിഗറേഷൻ. ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗിറ്റിൻ്റെ അകത്ത് നമുക്കൊരു സാധനം ഇടണം. ഓക്കെ, ബേസിക്കലി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞതാണുള്ള വെബ്സൈറ്റ്. ഇവിടെയാണ് നമ്മൾ മൊത്തത്തിലുള്ള സാധനങ്ങൾ ലൈവായിട്ട് ഇടാൻ പോകുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ഇടുന്ന സാധനങ്ങളെല്ലാം ഗ്ലോബലി എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ന്യൂ അടിച്ച്
ഇവിടെ ബേസിക്കലി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫോൾഡറാണ്. പക്ഷെ ഫോൾഡർ നമ്മളിവിടെ പേര് പറഞ്ഞാൽ എന്താ, റെപ്പോസിറ്ററി എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെമോ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് അടിച്ചപ്പോൾ www.studio/demo എന്നുള്ള ഫോമിലായിരിക്കും ഇത് കിടക്കണം. പബ്ലിക് റെപ്പോയാണ്. കാരണം എന്താ, ഞാൻ പബ്ലിക്കലി ഈ സാധനം എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഇടാൻ പോകുന്നത്. ഞാൻ ശേഷം ഞാനിവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു. ഇത്രയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇത് റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോൾഡർ ഗിറ്റബിൽ ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് എൻ്റെ സിസ്റ്റത്തിലുള്ള ഒരു സാധനം എടുത്ത് ഞാൻ ഇവിടെ ഇടാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി അതിന് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിന് പേര് കൊടുക്കാൻ പോകുന്നത് ഡെമോ ടെസ്റ്റ് എന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കട്ടെ, എന്തെങ്കിലും ഒരു പേര്. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്കലി എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഫയൽ അടിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പുതിയ ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് സാമ്പിൾ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടാക്കി. ഇനി അതിൻ്റെ അകത്ത് ഞാൻ പോയിട്ട് ഹലോ വേൾഡ് എന്ന് അടിച്ചു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ഹലോ വേൾഡ് എന്ന് അടിച്ചു, സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു പുതിയ സാധനം ഉണ്ടാക്കി. എനിക്ക് ഈ സാധനം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ്ഹബിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ചെയ്യേണ്ട ഒരു സംഭവം, ഞാൻ ഇവിടെ വരിക, ഈ ഫോൾഡറിൽ വന്നിട്ട് ഈ ഫോൾഡറിനകത്ത് എന്താണോ ഉള്ളത് അത് എനിക്ക് ഗിറ്റ്ഹബിൽ കൊണ്ടുവരണം. അതിന് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യും. ഓക്കെ, അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യണം, ഇത് അവിടെ കൊണ്ട് ഇടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഫോൾഡറിൻ്റെ അകത്ത് ഞാൻ ഗിറ്റിനെ ഇനീഷ്യലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോവുകയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഗിറ്റ് ടോട്ടലി വിൻഡോസിൽ ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷേ ഞാൻ പറയാൻ പോണ ഇവിടെ സ്പെസിഫിക്കലി ഇവിടെ ഞാൻ ഗിറ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഗിറ്റ് ഇനീറ്റ്. അപ്പോൾ ഇനീഷ്യലൈസ് ചെയ്തു. ഇവിടെ സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗിറ്റ് ഇനീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഫയലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരുക്കി വെക്കണം. അതിന് നമ്മൾ ഗിറ്റ് ആഡ് ഡോട്ട്, അപ്പോൾ എന്ത് ചെയ്ത് ആഡ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കണം, എല്ലാത്തിനും. ഇനിയിപ്പം നമുക്ക് ആ സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാത്രം കൊണ്ടുപോയാൽ മതിയെങ്കിൽ സാമ്പിൾ ഡോട്ട് txt എന്നുള്ളതാണ് നമ്മൾ അടിക്കാൻ പോകണം. അപ്പോൾ എന്തൊക്കെ ഫയൽ ഉണ്ടെന്ന് അറിയാൻ ജസ്റ്റ് ls എന്ന് അടിച്ചാൽ മതി. അപ്പോൾ ls എന്ന് അടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫയൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ഗിറ്റ് ആഡ് സാമ്പിൾ ഡോട്ട് txt. ഇനി സാമ്പിൾ ഡോട്ട് txt ഉണ്ട്, അതേപോലെ കുറേ ഫയൽ ഉണ്ട്. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് കൊടുത്താൽ മതി. ഓരോന്നോരോന്ന് ആഡ് ചെയ്യണതിന് പകരം ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തു, ഇനി നമുക്ക് ആഡ് എടുത്തു വെച്ചോട്ടെ, ഇനി അയാളെ ഗിറ്റബിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. ബേസിക്കലി നമ്മളൊരു സാധനം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർഷൻ പറഞ്ഞില്ലേ, ഇന്ന വേർഷനിൽ ഞാൻ ഇന്നത് ചെയ്തു, അടുത്ത വേർഷനിൽ ഞാൻ അടുത്തത് ചെയ്തു. അപ്പോൾ എനിക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോരോ വേർഷൻസ് ക്രിയേറ്റ് ചെയ്യണം. വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് കമ്മിറ്റ്. ഞാൻ ഇവിടെ പറയുകയാണ്, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ക്രിയേറ്റഡ് എ സാമ്പിൾ txt ഫയൽ. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം, എന്തുവാണെങ്കിലും എനിക്ക് പറയാം. ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത്, ഇത് നിർബന്ധമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല ഗിറ്റ് ബ്രാഞ്ച് -m എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇനീഷ്യലി ഗിറ്റിന്റെ ബ്രാഞ്ച് ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചാണ്. ബേസിക്കലി ബ്രാഞ്ചിങ് നമ്മൾ ഒത്തിരി പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, അതിനെ മെയിൻ എന്നുള്ള ഫോമിൽ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമാൻഡ് എന്നേ ഉള്ളൂ. നമ്മൾ അത്യാവശ്യം ആക്കണ്ട. ഇനി എന്ത് ചെയ്യാണ്, നമുക്ക് ആഡ് ചെയ്യണം. നമുക്ക് ഈ പറഞ്ഞ ഗിറ്റ്ഹബിലേക്ക് ഈ സാധനത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൾഡറും ഗിറ്റ്ഹബും തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഗിറ്റ്ഹബിലെ ആ റെപ്പോസിറ്ററി ഉണ്ടല്ലോ, ആ റെപ്പോസിറ്ററിയും നമ്മുടെ ഫോൾഡറും തമ്മിൽ കണക്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന കമാൻഡ് ഇത് എന്ന് വെച്ചാൽ ഗിറ്റ് റിമോട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്ക് ആ ഗിറ്റ്ഹബിലുള്ള സാധനത്തിന് ആ ലൊക്കേഷൻ ആഡ് ചെയ്യണം. എന്തെന്ന്, ഒറിജിൻ എന്ന് പറഞ്ഞ പേരിൽ ഞാൻ ആഡ് ചെയ്യാൻ പോണം. ആ ഒറിജിൻ എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് എന്താ സ്റ്റോർ ആവണേ, കണ്ട ഡെമോ ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗിറ്റ് എന്ന് പറഞ്ഞാൽ റെപ്പോസിറ്ററിന്റെ ലിങ്കാണിത്. അതിന് ഒറിജിൻ എന്ന് പറഞ്ഞ പേരിൽ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി ഗിറ്റ് റിമോട്ട് -v എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് എന്തൊക്കെയാണെന്ന് കാണിക്കും കേട്ടോ. ഒറിജിൻ എന്ന് പറഞ്ഞ പേരിൽ ഈ സാധനത്തിൽ നിന്ന് എനിക്ക് എടുത്തുകൊണ്ടും വരാം, അതിൻ്റെ അകത്തോട്ട് ഇടുകയും ചെയ്യാം ഒരു ഡാറ്റ. ഓക്കെ, ഇതാണ് റിമോട്ട് എന്ന് വെച്ചാൽ. റിമോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, ഇനി പുഷ് ചെയ്യാം. അപ്പോൾ ഗിറ്റ് പുഷ് -u ഒറിജിൻ മെയിൻ, നമ്മളിവിടെ മെയിൻ ആക്കിയിട്ടില്ല, ഇപ്പോഴും മാസ്റ്റർ എന്ന് കിടക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഗിറ്റ് പുഷ് -u ഒറിജിൻ മാസ്റ്റർ എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സ് എല്ലാം എന്ത് ചെയ്യും, ഇത് കണ്ട എന്യൂമറേറ്റിംഗ് ഒബ്ജക്ട്സ്, കൗണ്ടിങ് ഒബ്ജക്ട്സ് റൈറ്റ് ചെയ്തു, 100% റൈറ്റ് ചെയ്യുക. അതൊക്കെ നോക്കണം കേട്ടോ, എന്താ സംഭവിച്ചതെന്നുള്ള. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം സ്റ്റോറായി എന്നുള്ളതാണ് എന്ത് ചെയ്തത്, കാണിച്ചത്. നമ്മൾ പോയി റീലോഡ് ചെയ്താലോ,
ഈ പറഞ്ഞ സാധനം വന്നിട്ടുണ്ട്, sample.txt ഫയൽ വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് ഡാറ്റയുണ്ട്. ഇനി ഓരോ പ്രാവശ്യവും നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ക്ലിയർ ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ TXT ഫയലിൻ്റെ അകത്ത് ഹലോ വേൾഡ് സാം എന്നടിച്ചു. ഓക്കെ, ഞാൻ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചേഞ്ച് എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാൻ ഗിറ്റ് സ്റ്റാറ്റസ് എന്നടിച്ചാൽ മതി. ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇപ്പൊ കാണിക്കും മോഡിഫൈഡ് ആയിട്ടുണ്ട് എന്ത് sample.txt നമ്മൾ ചേഞ്ച് വരുത്തിയല്ലേ. ഇപ്പോൾ ആ സാധനം നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഗിറ്റബിലേക്ക് ഇടാം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഗിറ്റ് ആഡ് ഡോട്ട് എന്തെന്ന് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ചേഞ്ച് വരുത്തിയതന്നെ. ഇനി ഇനീഷ്യലൈസ് ചെയ്യോ റിമോട്ട് ആഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഫസ്റ്റ് സമയം മാത്രം ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്തു, എനിക്ക് ആഡ് ചെയ്യണം, എനിക്ക് കയറ്റി വെക്കണം, എന്ത് ചെയ്തു ആഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. എന്തെന്നാ ചേഞ്ച് ഡൺ ഇൻ sample.txt. ഓക്കെ, ചേഞ്ച് വരുത്തി നമ്മൾ പറഞ്ഞു, അതൊരു വേർഷനായി. ഇനി എന്ത് ചെയ്യുക, ഇനി ഗിറ്റ് പുഷ് -origin മാസ്റ്റർ എന്ന് കൊടുക്കണ്ട, വെറുതെ ഗിറ്റ് പുഷ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒബിയസ്ലി എന്ത് ചെയ്യും, പറഞ്ഞ സാധനം റൈറ്റിംഗ് ഒബ്ജക്ട്സ് 100% ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റബിൽ പോയി നോക്കുക. ഗിറ്റബിൽ പോയി നോക്കി കഴിയുമ്പോൾ ചേഞ്ച് ഡൺ ഇൻ sample.txt എന്ത് ചെയ്തു, ചേഞ്ച് വന്നിട്ടുണ്ട്, ഹലോ വേൾഡ് സാമ്പിൾ ആയി. ഇതാണ് ബേസിക്കലി ഇനി എന്ത് ചേഞ്ച് വരുത്താലും ഗിറ്റ് ആഡ് കമ്മിറ്റ് പുഷ് ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇതാണ് ബേസിക്കലി ഗിറ്റിന്റെ ഒരു ബേസ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ.